ഹായ്, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. വീഡിയോ എഡിറ്റിംഗ് പറയുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് വീഡിയോ പ്രൊഡക്ഷൻ എന്താണെന്ന് പറയണം. ഈ വീഡിയോ പ്രൊഡക്ഷന് നമുക്ക് 3 സ്റ്റേജ് വരുന്നുണ്ട്. അതായത് പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ്, പ്രൊഡക്ഷൻ സ്റ്റേജ് ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ്. ഈ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കഥ, തിരക്കഥ, അതുപോലെ തന്നെ ഡയലോഗ്സ്, കോസ്റ്റ്യൂംസ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്ന സ്റ്റേജാണ് നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്യുപ്മെൻറ്റ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ. ഇപ്പോൾ സിങ്ക് സൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതെല്ലാം നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റേജിൽ തന്നെയാണ് വരുന്നത്. ദെൻ വരുന്നതാണ് നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയും. അതായത് നമ്മൾ എഡിറ്റിങ്, അതുപോലെ തന്നെ ഡബ്ബിങ്, VFX ആഡ് ചെയ്യുക, ഇതെല്ലാം നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നതാണ്. സോ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് വരുന്നത് നമ്മുടെ വീഡിയോ പ്രൊഡക്ഷൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ്. അതായത് ഈ പ്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ ഷൂട്ട് ചെയ്യും അല്ലേ. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ ഷോട്ടുകൾ ഉണ്ടായിരിക്കും. ഈ ഷോട്ടുകളുടെ കളക്ഷനെയാണ് നമ്മളൊരു സീൻ എന്ന് പറയുന്നത് അല്ലേ. ഒരു സ്ഥലത്ത് നമ്മളൊരു ഷോട്ട് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സീൻ എടുക്കുന്ന സമയത്ത് പല ഷോട്ടുകൾ ഉണ്ടായിരിക്കും. ഈ ഷോട്ട്സിനെ എല്ലാം കൂടെ ജോയിൻ ചെയ്യിക്കുമ്പോഴാണ് നമുക്കൊരു സീൻ ക്രിയേറ്റ് ആവുന്നത്. ഈ സീൻസിനെ എല്ലാം കൂടെ നമ്മൾ കളക്ട് ചെയ്യുമ്പോഴാണ് നമുക്കൊരു സീക്വൻസ് ക്രിയേറ്റ് ആവുന്നത്. സോ ഇതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു ഷോർട്സിനെയൊക്കെ നമ്മളൊരു സീനാക്കുന്നു, ഈ സീൻസിനെ നമ്മളൊരു സീക്വൻസ് ആയിട്ട് മാറ്റുന്നു. ഇങ്ങനെ ഓഡിയോനെയും വീഡിയോനെയൊക്കെ നമ്മൾ കളക്റ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്ഷനിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഷോർട്സിനെ എല്ലാം എടുത്ത് നമ്മളൊരു സീക്വൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരു സ്റ്റാർട്ടിംഗ് സ്റ്റേജും നമ്മളൊരു മിഡ് റേഞ്ചും അതുപോലെ തന്നെ ക്ലൈമാക്സ് എല്ലാം സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇതുപോലത്തെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ കീപ്പ് വാച്ചിങ് അസ്.